ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക കിച്ചടിയാണ്. അതിനായി 2 വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കിച്ചടിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് 2 വെള്ളരിക്ക ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ തേങ്ങ ചിരകിയത്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, 5 പച്ചമുളക്, കറിവേപ്പില, 2 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ ഉള്ളി, ഉപ്പ് ആവശ്യത്തിന്, തൈര് 1 കപ്പ്. ഇനി കിച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി അടുപ്പിൽ വെച്ച ശേഷം മുറിച്ച് വെച്ച വെള്ളരിക്ക ചേർക്കുക. അതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം വെള്ളം അധികം ഒഴിക്കരുത്. വെള്ളരിക്കയിൽ നിന്നും തന്നെ വെള്ളം ഇറങ്ങി വരുന്നതായിരിക്കും. എല്ലാം കൂടി യോജിപ്പിച്ച് ഇളക്കിയ ശേഷം മൂടി വെച്ച് വെള്ളം വറ്റുന്നത് വരെ വേവിക്കുക. അപ്പോഴേക്കും തേങ്ങാക്കൂട്ട് റെഡിയാക്കാം. അതിനായി മിക്സി ജാറിൽ നേരത്തെ ചിരകി വെച്ച തേങ്ങ, ചെറിയ ഉള്ളി, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിലേക്ക് എടുത്തു വെച്ച തൈരും കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. വെള്ളരിക്ക വെന്ത് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ച തേങ്ങാക്കൂട്ടും കൂടി ചേർക്കാം. വെള്ളം ആവശ്യമെങ്കിൽ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് കിച്ചടിയിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാകുന്നത് വരെ ഇളക്കുക. തിള വരാൻ പാടില്ല. തിള വരുന്ന സ്റ്റേജ് എത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുക് താളിച്ചതൊഴിക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉലുവ എന്നിവ ഇടുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് താളിക്കുക. ശേഷം കറിയിലേക്ക് ഒഴിച്ച് മൂടി വയ്ക്കാം. സ്വാദിഷ്ടമായ വെള്ളരിക്ക കിച്ചടി റെഡി. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.